ഹാഫിൽ നഈം ഫൈസി അത്തോളി മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞത് വലിയ പ്രയാസമാണ് അത് കേട്ടവർക്കെല്ലാവർക്കും നൽകിയത്. നഈമും കൂട്ടുകാരും കൂടെ ഊട്ടിയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്കുണ്ടായ ബൈക്ക് അപകടത്തിൽ നിന്ന് നഈമിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പിറ്റേ ദിവസം നഈം നാഥൻ്റെ വിളിക്കുത്തരം നൽകി. നഈമിൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോഴും ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണുമ്പോഴെല്ലാം നഈമിൻ്റെ വേർപാട് വലിയ വേദനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നഈമിനെ ഓർത്ത് ഇപ്പോഴും കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ നഈമിൻ്റെ വീട്ടിലുണ്ട്. നഈമിൻ്റെ ഉമ്മയാണത്. എങ്ങനെയാണ് സ്വന്തം മക്കളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടെന്നറിഞ്ഞാൽ ഒരു മാതാവിനത് സഹിക്കാൻ കഴിയുക? അപ്പോഴാണ് താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ പൊന്നുമകൻ തൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞുപോയി എന്നുള്ള വാർത്ത ഈ ഉമ്മയ്ക്ക് മറക്കാനും സഹിക്കാനും കഴിയാവുന്നതിലും അപ്പുറമായത്. ആ പൊന്നു മാതാവ് അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടാവും അവനെ. പ്രിയപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് ഈയിടെ നഈമിൻ്റെ വീട്ടിൽ പോയപ്പോൾ അത് ഒരു വാക്ക് കേൾക്കാനിടയുണ്ടായി. നഈമിൻ്റെ ഉമ്മാക്ക് ക്ഷമ ലഭിക്കാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണമെന്ന്. മരണവീട്ടിൽ പോയാൽ സ്ത്രീകൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നൗഷാദ് ബാക്കവി ഉസ്താദ് പറയുന്നത്. ഒരു മരണവീട്ടിൽ പോയാൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് മനസ്സിലാകാത്ത ചിലർ ചിലതെല്ലാം പറഞ്ഞു പോകും. അത് ആ വീട്ടുകാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെന്ന് പോലും ആലോചിക്കാറില്ല അവർ. നല്ല മോനായിരുന്നു, നല്ല രീതിയിൽ പാട്ടുപാടും, എന്ത് ചെയ്യാൻ, അങ്ങനെ സംഭവിച്ചു പോയി, അതാണ് വിധി എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരുടെ മനസ്സിനെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കും. വിവരക്കുറവാണ് ഇവർക്ക് ഇങ്ങനെയെല്ലാം പറയാനുള്ള മനസ്ഥിതി വരുത്തി വെക്കുന്നത്. എന്നാൽ അവിടെ പറയേണ്ടത്, ഉമ്മ, നിങ്ങളെ പൊന്നുമോൻ സ്വർഗത്തിലാണെന്നും നിങ്ങളെ പൊന്നുമോൻ സോലിഹല്ലേ, നിങ്ങളെ പൊന്നുമോൻ ഹാഫിലല്ലേ, അവന് എപ്പോഴും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുമ്പോഴല്ലേ അവർക്കൊരു സമാധാനമുണ്ടാകുകയും അവർക്കെത്തിയ വിഷമത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ എന്നാണ് നമ്മുടെ നൗഷാദ് ബാക്കവി ഉസ്താദ് പറയുന്നത്. പ്രതീക്ഷിക്കാതെ വന്നെത്തുന്ന മരണങ്ങൾക്ക് അള്ളാഹു ഷഹീദിൻ്റെ കൂലി നൽകുമെന്നുള്ളതും പ്രിയപ്പെട്ട നഈം ഇപ്പോൾ ഏത് ദർജയിലാണുള്ളത് എന്ന് മനസ്സിലാക്കാനും സാധിപ്പിക്കുന്നതല്ലേ. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകൻ സ്വർഗത്തിൽ തന്നെയാണ്. അവൻ ജീവിച്ചതും അവൻ പാടിയതുമെല്ലാം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മദ്ഹും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുമല്ലേ. അതുകൊണ്ട് തന്നെ ഉമ്മ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത്? അവനെ ഉമ്മാക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കാണാൻ കഴിയും. ഉമ്മ, പൊന്നുമ്മ, വിഷമിക്കല്ലേ. അള്ളാഹു നമുക്കേകിയ വിധി നമുക്കൊരിക്കലും തട്ടി നീക്കാൻ കഴിയില്ല. ഉമ്മ, എന്തിനേറെ പറയുന്നു പൊന്നുമ്മ, നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ മാത്രം വലിയ ഉന്നതത്തിലേക്കാണ് നിങ്ങളെ മകനെത്തിയത്. അതുകൊണ്ട് തന്നെ ഉമ്മ, നഈമിൻ്റെ വേർപാടിൽ വിഷമിച്ചിരിക്കാതെ തന്നെ അവന് വേണ്ടി ദുആ ചെയ്യുകയും ഉമ്മയെയും എൻ്റെ മകൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥന ചെയ്യുകയും ചെയ്യണേ. അല്ലാതെ വേദനിച്ചിരിക്കല്ലേ ഉമ്മ. നഈം ഇപ്പോൾ സന്തോഷത്തിലാണ്. അവൻ്റെ നാഥൻ്റെ അടുക്ക പൂർണ്ണ സന്തോഷവാനായിരിക്കുന്ന വേളയിൽ ഉമ്മയുടെ സങ്കടമായിരിക്കും അവന് ചെറിയ വേദന നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമ്മക്കരയല്ലേ. മറക്കാനും പൊറുക്കാനും സഹിക്കാനുമുള്ള സമാധാനം നൽകി ഉമ്മാനെയും നമ്മളെയും എല്ലാവരെയും അള്ളാഹു അവൻ്റെ രക്ഷയിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നഈമിൻ്റെ വീട്ടിൽ പോയി ഇറങ്ങുമ്പോൾ നഈമിൻ്റെ അമ്മാവൻ, ഉമ്മാടെ സഹോദരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ദാരിമി ഉസ്താദാണ്, എന്നോട് പറഞ്ഞത്, ബാക്കവി, അവൻ്റെ ഉമ്മാക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഉമ്മാക്ക് ക്ഷമ കിട്ടാൻ വേണ്ടി ദുആയ്ക്ക് അപ്പുറം അവിടെ ചെയ്യേണ്ടത് ആ ഉമ്മാടെ മൈൻഡിനെ കറക്റ്റ് ചെയ്ത് വെക്കലാണ്. നമ്മുടെ സഹോദരിമാരൊക്കെ പോയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കല, നല്ല മോനായിരുന്നു അല്ലാ, നല്ല പാട്ടായിരുന്നു അല്ലാ, ഇനിയിപ്പോൾ പോട്ടെ, അങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ മോൻ മരണപ്പെട്ട സമയത്ത് വീട്ടിലേതായിരുന്നു സഹോദരിമാർ വന്നിട്ട് വൈഫിനോട്, അള്ളൂ അവൻ നല്ലൊരു സൈക്കിൾ വിട്ടായിരുന്നു, വാപ്പയെ പോലെ തന്നെ ആയിരുന്നു, റബീഉൽ അവ്വലിൽ ജനിച്ച മോനായിരുന്നു, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണോ മരണ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടത്? മരണ വീട്ടിൽ പോയാൽ നിങ്ങളെ കൊണ്ട് അവർക്ക് സമാധാനക്കേടല്ല, സമാധാനം ഉണ്ടാവണം, ക്ഷമ ഉണ്ടാവണം. അതാണ് നമ്മുടെ കടമ, നമ്മുടെ ബാധ്യത. ഏതാണ്? നഈമിന്റെ ഉമ്മയോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നഈം ഹാഫിളാണ്, ആലിമാണ്, മാദിഹാണ്, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ വേണ്ടത്. മരണപ്പെട്ടപ്പോ തന്നെ ഏറ്റവും വലിയ ശുഹദാക്കളുടെ കൂലി കിട്ടുന്ന രീതിയിലുള്ള മരണം, ജാമിയ പോലെയുള്ള സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് സയ്യിദുൽ ഉലമയുടെ നാവുകൊണ്ടുള്ള വല്ലാത്ത പിടയ്ക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം കിട്ടിയില്ലേ? എത്ര ആളുകൾ കണ്ണീരോടെ ദുആ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ നഈമിന്റെ വർത്തമാനം, പാട്ട്, മദ്ഹ് ഇങ്ങനെ പറക്കാണ്. അപ്പോ ഭാഗ്യമുള്ളവനാണ്. ഏതായാലും ആ യുവത്വത്തിന്റെ സമയത്ത് പോയ സങ്കടം ഉമ്മാക്കുപ്പാക്കും ഉണ്ട്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും സങ്കടപ്പെടും. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടുന്നത് അവന്റെ മനസ്സിന് സങ്കടമാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിച്ച് ക്ഷമിച്ചിരുന്നെങ്കിലാണ് നഈമിന് സമാധാനം ഉണ്ടാവുള്ളൂ പരലോകത്ത്. നിങ്ങളിങ്ങനെ വേദനിക്കുമ്പോൾ അവന് കിട്ടിയ എല്ലാ സന്തോഷങ്ങളും അവൻ മാറ്റിവെക്കൂലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഉമ്മ സന്തോഷമായിട്ടിരിക്കണം.
ഞാൻ അവിടെ ഇരുന്ന സ്ത്രീകളോടൊക്കെ മൊത്തത്തിൽ പറഞ്ഞു, നിങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ശക്തി കൊടുക്കാൻ വേണ്ടി വരുന്നവരായിരിക്കണം. ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നഈമിന്റെ ഉമ്മാക്കും ഉപ്പാക്കും കൂടെ പിറപ്പുകൾക്കും പ്രത്യേകിച്ച് കൂട്ടുകാരാണ് സുബ്ഹാനല്ലാഹ്, നഈമിന്റെ കൂട്ടുകാർ. ഇങ്ങനത്തെ നല്ല കൂട്ടുകാരുണ്ടായ പോലെ നമ്മൾ മരണപ്പെട്ടാൽ, ഇങ്ങനത്തെ നല്ല കൂട്ടുകാരുണ്ടായ പോലെ. ദൂരത്തായിരുന്നു, എത്താൻ കഴിഞ്ഞില്ല. നഈം മരണപ്പെട്ട് നഈമിന്റെ ഖബറടക്കം കഴിഞ്ഞിട്ടാണ് ഒരു കൂട്ടുകാരൻ എത്തിയത്. ഖബറിന്റെ ചാരത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയവനെ പോലെ ഖബറിന്റെ ചാരത്ത് ഇങ്ങനെ കണ്ണുനീരോടുകൂടി കുനിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയി, അല്ലാഹു ഇങ്ങനെയുള്ള കൂട്ടുകാരില്ലേ നമുക്ക് വേണ്ടത്. അവന്റെ കൂട്ടുകാരാണ് ഇപ്പോഴും കരച്ചിൽ നിർത്താത്തത്. ഫോണിലൂടെ ചോദിക്കാണ്, ഉസ്താദേ നഈമിന്റെ വീട്ടിൽ ഇങ്ങോട്ട് പോകൂലേ, അവിടെ അടുത്തല്ലേ വാദ. കണ്ണുനീരോടുകൂടി വേദനയോടുകൂടി അത്രയും സ്നേഹം കൂട്ടുകാർക്ക് കൊടുക്കാൻ നഈമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. ആരുടെ ദുആയേക്കാളും വാല്യൂ ആണ് യുവാവിന്റെ ദുആ, യുവാക്കളുടെ ദുആ. ചെറുപ്പക്കാര് സങ്കടത്തിൽ നീറിയിട്ട് ദുആ ചെയ്യാണ്, അതൊരു വലിയ വലിയ മുതൽക്കൂട്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പൊന്നുമോന് ജന്നാത്തുൻ നഈമിൽ വലിയ സ്ഥാനവും പദവിയും കൊടുക്കട്ടെ. കുടുംബത്തിന് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. കൂട്ടുകാർക്ക് അല്ലാഹു സഹനശക്തി കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയും നമ്മയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇപ്പൊ നഈമിന് അത്രയും വലിയ ഇൽമിന്റെ ഒരു വഴിയുള്ളത് കൊണ്ട് എന്തു പറ്റി, ഇത്രയും ആളുകൾ, ഇത്രയും ബന്ധങ്ങൾ, ഇത്രയും ആലിമ്യങ്ങൾ അവർക്ക് ദുആ ചെയ്യാനുണ്ടായി. എവിടെയെങ്കിലും കിടന്ന് മരണപ്പെട്ട ഒരാളാണെങ്കിൽ അത്രയ്ക്ക് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇൽമിന്റെ, ഹിഫ്ദിന്റെ, ദീനിന്റെ, ഖിദ്മത്തിന്റെ, ദഅവത്തിന്റെ മേഖലയിൽ ആ മകൻ ഉണ്ടായിരുന്നതിന്റെ അഭിമാനം, സങ്കടമുണ്ടെങ്കിലും ഇന്ന് ആ വാപ്പാടെ നെഞ്ചിലുണ്ടാവും. നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ ആക്കണം, ആഖിറത്തിന്റെ മുതൽക്കൂട്ടാക്കണം. ആ പൊന്നു മക്കൾ സന്തോഷിക്കട്ടെ, അവര് ജീവിക്കട്ടെ. നിങ്ങളൊക്കെ മരണപ്പെട്ടാൽ ഖബറിന്റെ ചാരത്ത് ആ പൊന്നാര മക്കൾ വന്ന് ഹൃദയം പൊട്ടിയിട്ട് അല്ലാഹു മഗ്ഫിർലി ഉമ്മി, എന്റെ ഉമ്മയാണ് അല്ലാഹ് പുറത്തു കൊടുക്കും പടച്ചോനെ, എന്നെ ഖുർആൻ ഓതിപ്പിച്ച, എന്നെ ദിക്ർ ചൊല്ലിപ്പിച്ച ഉമ്മയാണ്, എന്നെ ദീൻ പഠിപ്പിച്ച ഉമ്മയാണ്, സുബഹിക്ക് നേരത്തെ വിളിച്ചുണർത്തിയ ഉമ്മയാണ്, എല്ലാം പഠിപ്പിച്ച ഉമ്മയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കുന്ന വലിയ കൂലി ഖബറിന്റെ അകത്ത് കിട്ടും. വാപ്പ സ്നേഹിച്ച, പഠിപ്പിച്ച, കർശന നിർദ്ദേശങ്ങൾ വെച്ച് ദേഷ്യപ്പെട്ട, ചിരിച്ച, കളിച്ച പ്രിയപ്പെട്ട ഉപ്പ. ജീവിതത്തിൽ ആ മക്കൾ അങ്ങനെയൊക്കെ ഒരു നീരസം നിങ്ങളോട് കാണിക്കുമെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങൾ ചെയ്ത കർശനമായ നിലപാട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഒരു പറ്റമാടുകളെ മേച്ചിടുന്ന പുതുമ, ഒരുമിച്ചു ഹലിമ ബിവലിയവർ പെരുമ, ഒരു ദിനം മേച്ചിടുമ്പോഴുള്ള കഥ മഹിമ, മഹിമപ്പൊൻ പുതുമ, പുതുമപ്പൊൻ മഹിമ, മഹിമപ്പൊൻ പുതുമ, പുതുമപ്പൊൻ മഹിമ. പ്രവാചക റസൂലുള്ള തങ്ങളെ ചെറുപ്പത്തിൽ ഹലിമ ബിവസതിയിലാകുമ്പോൾ പലവിധ ജബുകൾ കണ്ട നബിയാരിൽ ഹലിമ ബിമാനം കുളിരാകുന്നു.